കുഴപ്പമില്ല. അവൻ പറഞ്ഞതിന്റെ ബാക്കി കൂടെ പറയട്ടെ. എല്ലാം പറഞ്ഞ മാനിച്ച് അടുത്ത കളി നമ്മൾ പൊരുതുന്നതായിരിക്കും. ഉച്ചപോയി ഏവന്മാർക്ക് രണ്ടുപേർക്കും പരസ്പരം ഏവന്മാര് കളിക്കുന്നതിനെ കാട്ടി മറ്റവരും കളിക്കാതിരിക്കണം ഇഷ്ടം. എന്തൊരു വിറ്റടാ നീയൊക്കെ, എനിക്ക് ചിരിക്കാൻ. ഒരു കൂട്ടുകാരനെ അടിച്ചെന്റെ വിഷമല്ല മുഖത്ത് മിന്നി വാങ്ങിയത്. ചതിയൻ എല്ലാണോ എന്റെ കളി വീഡിയോ കണ്ടിരുന്ന് ചിരിച്ചവന്മാർ ഉൾപ്പെടെ വരികട. The sign-up corner man of tonight's award goes to Sandeep, G14 Super Kings. Hey guys, നമ്മുടെ എറണാകുളത്ത് വെച്ച് ECL എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അതായത് എന്റർപ്രനേഴ്സ് ക്രിക്കറ്റ് ലീഗാണ്. അപ്പോൾ അതിൽ 10 സെലിബ്രിറ്റി പൂളുണ്ട്. അപ്പോൾ D14 സൂപ്പർ കിങ്സിന് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് എറണാകുളത്ത് വന്ന് നല്ലൊരു ടൂർണമെന്റ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹാർട്ട് ടെന്നീസിലാണ് കളി. അപ്പം ഏകദേശം നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏകദേശം നമ്മുടെ ജേഴ്സി. ഇടപ്പള്ളിയിലുള്ള കളിക്കണ ഡഫി വെച്ചിട്ടാണ് മാച്ച് കിടക്കുന്നത്. ഓൾറെഡി ഒരു 10 സെലിബ്രിറ്റീസ് അടുപ്പിച്ചുണ്ട് ഓരോ ടീമിലും. അപ്പോൾ നമ്മളെ ത്രൂവിൽ നിന്ന് ഞാനും അനീഷും ഉണ്ട്. പിന്നെ ടാസിനെ ട്രെയിൽസിന് വിളിച്ചു. പുള്ളി നല്ല കളി ആയതുകൊണ്ട് അവൻ എന്നെ പറഞ്ഞു രണ്ടപ്പോൾ അഭിനയിച്ചാൽ മതി കളിക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ഉണ്ട് കിടന്ന് ഉറങ്ങുക എൻ്റെ വിഷമത്തിൽ. ചുമ്മാനായിട്ടാ ടാസിന് ഷൂട്ടുള്ളതുകൊണ്ടാണ് വരാൻ പറ്റുന്നില്ലെങ്കിൽ പുള്ളീൻ്റെ ഒരു പാർട്ടായനെ. അപ്പോൾ എന്തായാലും എക്സൈറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ടീമാണ് നമ്മുടേത്. കപ്പടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരെ കളിക്കളത്തിലോട്ട് പോവാണ്. ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട റോക്സിറ്റ് നമ്മൾ കളിക്കാൻ പോകുന്നത് സംഭവം. അനീഷിന്റെ ഷൂസ് ഇന്നലെ കീറി. അപ്പം എല്ലാ കിറ്റും അവൻ കൊണ്ടുപോയിക്കാണ്. അവന്റെ കളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 9:30 ഇനിയിപ്പം നമുക്ക് 11 മണിക്കാണ് കളി. അപ്പോൾ അവിടെ പോയിട്ടാണ് ഷൂസ് എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാമോ, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് കൂടുതൽ നമ്മളെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ കൂടുതൽ കളിക്കുന്നതും സോഫ്റ്റ് ബോളിലും അതുപോലെ തന്നെ സെമി ഹാർഡ് സിക്സറിലൊക്കെയാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷെ ഇവിടെ ഹാർഡ് ടെന്നീസിലാണ് കളി. ഇപ്പം ഞാൻ പണ്ടെങ്ങാണ്ട്, അതായത് ഒരു കോവിഡിനൊക്കെ മുമ്പ് കളിച്ചിട്ടുള്ളതാണ് ഹാർഡ് ടെന്നീസിൽ. അതിന് ശേഷം പിന്നെ കളിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പം അത് നമുക്ക് ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളും, ബാറ്റ് വെയിറ്റ് മാറി. അപ്പം അങ്ങനത്തെ കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ഉണ്ട്. അറിഞ്ഞുകൂടാ. പ്രാക്ടീസിൽ കുഴപ്പമില്ല, നമ്മൾ കളിച്ചു. എന്നാലും ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഞാൻ കളിച്ചില്ല. എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ കളി തന്നെ. അത്യാവശ്യം ബാറ്റിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സെൻസിബിൾ ഇന്നിങ്സ് കാഴ്ചവെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 10 ഓവറാണ് കളി. ഈ കളികളുടെ ടഫ് അത്യാവശ്യം ചെറുതാണ്, അടിച്ചാലൊക്കെ പോകും. എങ്കിൽ പോലും ഹാർഡ് ടെന്നീസ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. കാരണം നമ്മൾ അറിയായിരിക്കും, കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, രണ്ടും ടൈമിങ്ങിലും വ്യത്യാസമുണ്ട്, ബാറ്റിൻ്റെ വെയിറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട്. ആ ഒരു ടെൻഷനേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ ബാറ്റിൽ കൊള്ളുമെന്നുള്ള ആ ഒരു ഇതാണ്. ഇവിടെ പിന്നെ കുറേ റൂൾസ് ഉണ്ട്. 40 റൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർഡ് ഹട്ട് ആവണം, അങ്ങനെ മാറണം 40 റൺ. അതാണ് അവരുടെ ഇത്. പിന്നെ ബാറ്റ്സ്മാൻമാർ ഔട്ടായതിനു ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. 10 ഓവറാണ് കളി. എന്തായാലും കളിക്കളത്തിൽ കാണാം. അനീഷിന്റെ ടീം ഫസ്റ്റ് കളി ജയിച്ചിരിക്കുന്നു. എനിക്ക് അവരെ ജയിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജേഴ്സി ഊരി തന്നെങ്കിൽ കളിക്കളത്തിലോട്ട് രാവിലെ ഫുള്ള് മഴ ഇറക്കില്ല. പിച്ച് ബോൾ നല്ല ചാട്ടം. നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നല്ല ചാട്ടം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇറങ്ങി ഞാൻ ഓർമ്മ അടിച്ചിട്ട് ഞാൻ ഔട്ടായി പോയി. അത് ഞാൻ കണ്ട്. ഇതിന്റെ സ്ഥിരമായിട്ട് നല്ല ഡീസന്റ് അവര് ബാക്കിൽ കണ്ടില്ലേ, എറിയണവർക്ക് എറിയാം. കാരണം മഴ പെയ്ത് നടക്കണോണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. ഈ വെയിൽ വരുമ്പോഴത്തേക്ക് മാറും. പിന്നെ ബാറ്റിംഗ് പിച്ചാവും. ഇപ്പം എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചതിക്കാത്ത ചന്തൂല സലീം കുമാറിന് ഓർമ്മ വരും. സൺസ്ക്രീമാണ്. നമുക്ക് ഈ ടൂർണമെൻറ്റിൻ്റെ ബാറ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മളെ സ്പോർട്സ് സിറ്റിയാണ്, പൂജപ്പുരയുള്ള. താങ്ക് യു ബ്രദർ. ഇതിലാണ് നമ്മളുടെ കളി ഫുള്ള്. കളിച്ചാൽ മതിയായിരുന്നു. അതിന് മുമ്പ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നെറ്റ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത കളിയല്ലേ, ഇപ്പം നടക്കുന്ന കളി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കളി. നമ്മളെ ടീമിലാണ് അജീഷ് ബ്രോ പാലക്കാരനാണ് അല്ലേ. നമ്മള് കപ്പടിക്കുന്നു. ഹാഷിർ വീഡിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ കളിക്ക് വേണ്ടിയിട്ട്. അതിന് ആരെ കട്ടോറേ ഹാഷിർ പറയും, പിന്നെ വേറെ ജുനൈസ് എന്ന് പറയും. ജുനൈസ് ഞാൻ ആദ്യം കണ്ട ഹാഷിർ എന്നാണ് പറയുന്നത്. ഹാഷിറിന്റെ പീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെയാ അടിക്കണ്ടേ. That's in the air. Is that gone? Yes, it is.
Abhiram Ghost. Now 50s up for Black Panthers. Tried, couldn't connect it. Played well. Oh, what a save. What a save there from Afsal. Oh, you beauty, but this time up in the air I can see the fielder. There's a gigantic man there in the middle. Straight to the cover point. Well left. Swept it all the way. There is a fielder. Prasov does it well this time. It's all over. Over number 8 completed. After 8, it's 7 wickets down and 55 runs on board. 10 run over comes to an end from Sandeep. ഗൈസ്, നമ്മൾ ഫസ്റ്റ് കളി ബ്ലാക്ക് പാന്തേഴ്സിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മളത് കിടിലായിട്ട് നമ്മൾ ജയിച്ചു. കാരണം ഒരു 55 റൺസിനെ അവർ ഓൾ ഔട്ട് ആക്കി നമ്മൾ 5 ഓവറിൽ അടിച്ച് ജയിച്ചു. ഞാൻ ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല. കാരണം ഓൾറെഡി ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അവിടെ നമുക്ക് അവസരം കൊടുക്കണം. അങ്ങനെയൊക്കെ ഇവരുടെ കുറച്ച് നിയമമുണ്ട്. കുറേ ആൾക്കാരെ ബാറ്റ് ഇറക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത കളി ഇറങ്ങുന്ന പിന്നെ ചെറിയ സ്കോർ ഉണ്ടായിരുന്നു. 55 റൺസ് ഭയങ്കര വലിയ സ്കോർ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചു. ഇനി രണ്ടാമത്തെ കളി വൈകിട്ട് 5 മണിക്കാണ്. ടർസിനെ കൊണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവർക്ക് ലൈവ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെളിയിച്ചു എൻ്റെ ക്യാച്ച് ഞാൻ അറിയില്ല. എൻ്റെ ക്യാച്ച് കിട്ടുന്നു ബോൾ. ഞാൻ കളി കാണാൻ പോകത്തില്ല, ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഇപ്പം ജയിച്ച് കണ്ട ലൈവ് ഉണ്ടോ? കണ്ട് ലൈവ് ആരുണ്ട്? ആര് കണ്ടില്ല? ഞാനും അതിൻ്റെ കൂടെ ഇരുന്നുണ്ട്. അത് അനീഷാണ്. അത് നീ അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങി. എനിക്ക് ആദ്യത്തെ ബോൾ 6 കിട്ടും, പിന്നെ 5 ബോൾ പിടിക്കുന്നത്. അതാണ് അത് ഗണപതി കൊടുത്തില്ല. അല്ലാതെ നമുക്ക് ഈ കളി ഓപ്പൺ ചെയ്ത് അങ്ങനെ അടുത്ത കളി അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. ടാർസൻ അനീഷാണ് ഇന്ന് കളിയാക്കി സച്ചാനെ. ബാറ്റിംഗ് കൊടുത്തില്ല, പാഴ് കളിയാണെന്നായതുകൊണ്ട് ബാറ്റിംഗ് കൊടുത്തില്ല. സത്യമായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് കമ്മൻ നടന്ന് ചില്ലുന്നത്. അനീഷ് 6 റണ്ണിൽ ഔട്ടായി. അവനാ ബാറ്റിംഗ് കൊടുത്തിട്ട് 6 റണ്ണിൽ ഔട്ടായി. ഓപ്പണിംഗ് ഇറക്കി വിട്ട് 6 റണ്ണിൽ ഔട്ടായി. ഞാൻ പിന്നെ അവിടെ വെച്ച് കളിയാക്കില്ല. കാരണം ഏവന്മാർക്ക് രണ്ടുപേർക്കും പരസ്പരം ഏവന്മാര് കളിക്കണതിനെ കാട്ടി മറ്റവരും കളിക്കാതിരിക്കണമെന്ന് ഇഷ്ടം. ഇനി കളിച്ചാലോ? സച്ച് കളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അനീഷ് കളിക്കരുത്, അതാണ് വിഷയം. അനീഷിന്റെ അടുത്ത് വിഷ്ണു ചേട്ടൻ ചോദിച്ച് സച്ച് ബോൾ ചെയ്താ ഫസ്റ്റ് ബോൾ എടുത്ത് തൂക്കി 5 ബോൾ അവൻ പിടിച്ചിറങ്ങിയത് അവൻ പറഞ്ഞില്ല. അതാണ് അതുപോലെ ഇപ്പൊ ലൈവ് ഉണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ബാക്കി അടുത്തൊരു ഓപ്പണിംഗ് ഇറക്കാൻ പറ്റില്ല. രണ്ടവണ അതുപോലെ അറിയിക്കും. അനീഷിന്റെ ടീം കയറും, നമ്മുടെ ടീം കയറും എന്നുള്ളത് അറിയാം. അല്ലെ അടുത്ത കളിയിൽ അറിയാൻ പറ്റൂ. അല്ല 3 ടീം കയറും. ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 ടീം കയറും. കയറാൻ പറ്റും. ടോപ്പ് നിൽക്കുന്ന ആൾ ഡയറക്റ്റ് സെമി, ബാക്കിയുള്ളവര് കളിച്ച് കയറണം. അത് ടാസ്ക്. അതിനായിട്ട് നമ്മൾ ഡയറക്റ്റ് സെമി കയറുന്നില്ല. നമ്മള് ചെറിയ ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് 5 മണിക്ക് കളി അടുത്ത കളിക്ക് പോവാണ്. സച്ചിന്റെ അടുത്ത കളിക്ക് പോവുകയാണ്. അനീഷിന്റെ ഒരു കളി കഴിഞ്ഞ് നമ്മൾ പുകഴ്ത്തി പറയണെന്ന് വിചാരിക്കരുത്. 2 ബോളിൽ 1 റൺ അടിച്ചു. ബോൾ അതെ, ബോളിംഗ് കിട്ടിയതുമില്ല. കിട്ടി അവസാനം 2 ബോൾ കൊടുത്തു. ഒരാൾക്ക് ഇഞ്ചുറി ആയപ്പോഴത്തേക്ക്, അതായത് ജയിക്കാൻ ഒരു ഓവറിൽ 10-40 റണ്ണ് വേണമെന്നുള്ള അവസ്ഥ ആയപ്പോഴത്തേക്ക് ആകെ 2 ബോൾ കൊടുത്തോളൂ. 2 ബോൾ കൊടുത്തോളൂ ചെയ്തറിഞ്ഞാളെ. അടുത്ത സച്ചിന്റെ കളി കാണാൻ പോവുകയാണ്. അടിക്കോട്ടോ, 6 അടിക്കോ? ഇന്നലെ പ്രാക്ടീസ് മാച്ചിന് അവർ 5 പ്രാവശ്യം തോറ്റിട്ട് ബാറ്റിംഗ് കൊടുത്തു. അതുപോലും പറയാറിയാത്ത നമുക്ക് പിന്നെ ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞോളാത്തോണ്ട് നമ്മളങ്ങനെ അറിയാന്ന് പറയാം. രാത്രി മുഴുവൻ പ്രാക്ടീസ് ആയിരുന്നു. അതെന്താറിയാമോ, സോഫ്റ്റ് ബോളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോ അങ്ങനെ അറിയാം, ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവന്മാർ എവിടെ പോയാലും കളിക്കാം. അതിപ്പോ സോഫ്റ്റ് ആയാലും ഹാർഡ് ആയാലും കാർ ഓട്ടിക്ക് അറിയാന്ന് പറഞ്ഞ നീ ലോറി ഓട്ടിക്കോ? ഇല്ലല്ലോ. പക്ഷെ കാർ ഓട്ടിക്ക് അറിയുന്നവന്മാര് ഏത് കാർ കിട്ടിയാലും ഓട്ടിക്കോ. ക്രിക്കറ്റ് നിനക്കതാണ് പറഞ്ഞത്. ക്രിക്കറ്റ് കളിയെ പറ്റി അറിയണമെന്ന് പറഞ്ഞ സ്റ്റിച്ച് ബോളിലും ഈ സോഫ്റ്റ് ബോളിലും ഒരുപോലെ കളിക്കോ? ദൂരം കൂടിയ സ്ഥലത്ത് അടിക്കൂല, ദൂരം കുറഞ്ഞ സ്ഥലത്തൊക്കെ അടിക്കുന്നു. എന്തൊരു വിറ്റടാ നീയൊക്കെ, എനിക്ക് ചിരിക്കാൻ ബോളിംഗ് ഉണ്ട്, 2 ബോൾ ഉണ്ട്. നല്ല ബൗൺസർ ആയിട്ട് കൊടുത്താണ് ലാസ്റ്റ് ബോള്. അനീഷിനെ കണ്ട് പൊക്കത്തി ഇറങ്ങി. അനീഷ് നീയേ വേഗം ഓടിച്ച് ആ സ്റ്റേഡിയത്തിലോട്ട് തിരിയണം. അവിടെ വന്ന് സ്റ്റാർട്ടിങ്ങിൽ നില്ല്. നീയൊക്കെ ഇതിന്റെ കുറ്റവും കുറവും പിച്ചിനും ഷൂസിനും പന്തിനും ബാറ്റിനും കൊണ്ട് വെച്ചാലാണ്. അവരവര് ഏറ്റെടുത്തോ? ഒന്നുമില്ല, DRക്ക് വേണ്ടി ജയിപ്പിച്ച അതൊക്കെ അതൊക്കെയാണോ? അതൊക്കെ
അതറിയാം, അത് പറ. അത് ഇന്നത്തെ കളി പറയുമ്പോ നീ കഴിഞ്ഞ കപ്പെടുത്ത കഥ പറയണത്. അത് സോഫ്റ്റ് ബോൾ ആയിട്ട് ഇത് ഹാർഡ് ബോള്. അത് എല്ലാ കളിയും കളിക്കണം. പിന്നെന്തേലും നിന്നെ പോലെ ബാക്കി എവിടെ ഹാർഡ് ബോൾ കളിക്കണം? നിങ്ങൾ എന്തെങ്കിലും വന്നിട്ട് നമ്മളോട് ഹാർഡ് ബോൾ കളിച്ചിട്ടുണ്ടോ? കൂടെ കളിക്കണവരെ ഉണ്ടാ വില പോവുക സച്ച് പറയവര് അവന്മാര് വലിയ ഞാൻ എറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് ഉണ്ട് എനിക്ക്. അനീഷിന് ഒന്നേ ഉള്ളൂ ബാറ്റിംഗ്, അതും ഇല്ല. അതാ അവസ്ഥ. ഞാൻ ബോളിങ്ങിലെങ്കിലും പിടിക്കും. വേറെ ഒന്നും വേണ്ട, ഒറ്റ കളി മതി. കഴിവ് തെളിക്കാൻ ഒറ്റ കളി മതി. ആ മോട്ടിവേഷൻ സോങ് അങ്ങോട്ട് ഇട്ടാണ് എന്റെ ഇപ്പം ചീറും. നിനക്ക് രണ്ടാമത്തെ കളിയല്ലേ? അനീഷിന് ഇനി ഒരു കളി കൂടെ ഉണ്ട്. ഒരു കളി കൂടെ. അവൻ എന്തിനാണ് വന്നത്? അവൻ അടുത്ത് തൊട്ടടുത്ത കളിയാണ്. ഷൂസിനെ കുറ്റം പറയാനല്ല. സ്ട്രീം എടുത്ത് വെച്ച് പാറ് നീ. അടുത്ത കളി നമുക്ക് ടോസ് കിട്ടി, നമ്മൾ ബോളിംഗ് എടുത്തേക്കാണ്. ഷാറിക്കിന്റെ ടീമായിട്ടാണ് നമുക്ക് കളി. ജയിച്ചിട്ട് തരാം. That's up in the air. Another one gone. Second to the team. Lord, we see it. It's still on back. That's in the air. നമ്മള് കളി കാണാൻ പറ്റില്ല, ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയി. നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു. നമ്മളൊരു പഴംപൊരി കഴിക്കണ സമയം കൊണ്ടാവും 3 വിക്കറ്റ് ഇട്ട്. നമ്മളില്ലാത്തതാണ് അവന്റെ ലക്കം തോന്നുന്നു. അല്ല, അനീഷിന്റെ ടീം ജയിച്ചു. അനീഷൊന്നും ചെയ്തില്ല, പക്ഷെ ടീം ജയിച്ചു. അത് ഞാൻ എടുത്തെടുത്ത് പറയും. അത് ബ്ലോഗിൽ പോണത് ഇവന്മാർ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്മാർ ഭയങ്കര പ്ലേയേഴ്സ് ആണെന്നുള്ളത്. അതെനിക്ക് അല്ല എന്നുള്ളത് വരുത്തി തീർക്കണം. ഓ വൈറ്റ്, ഇത് റിട്ടയർഡായ കളിക്കാരനാണ്. പ്രായാധിക്യം മൂലം കാഴ്ചക്കുറവ് കാരണം ഇറങ്ങി. കളിക്കും, കാഴ്ചക്കുറവ് കാരണമാണ് ഇറങ്ങി. സിക്സ്, സച്ചിനൊരു 6 ഒക്കെ കിളത്തി വെച്ച് കേട്ടോ. കണ്ടില്ലേ നീ? കണ്ടില്ലല്ലേ? കളിയെ പറ്റി ഗ്രാഹ്യമില്ലാത്ത തന്നെ ഒരു ക്ലോസ് എടുത്തേടാ. പുള്ളി പറഞ്ഞ വിറ്റ് സ്ലോ മോഷൻ. Straight all the way. Is that connected? Yes, for a maximum. സച്ചിന് 2 6 അടിച്ചു കേട്ടോ. കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബോളും കൂടെ ഉണ്ട് മോന്. ഒരു വിക്കറ്റ് ഇട്ടാണ് 4 വിക്കറ്റ്. സച്ചിന് ഈ ഓവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. 10-14 റൺ അടിച്ച് വിക്കറ്റ് ഒന്നുമില്ല. ഇതുപോലെ വിക്കറ്റ് ഒന്നുമില്ല. പറയടാ, ഞാൻ ഇവിടെ നമ്മുടെ കളി ഉണ്ട്. Bring the new batter, and there you go. In front of the square, and he is talking with the single. Like that. കളിക്ക് അറിയാന്നുള്ള സച്ചിനെ കുറിച്ച് അറിയാം പറയുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. ഇപ്പൊ എനിക്കറിയാം. എനിക്ക് പിന്നെ ഈ ക്രിക്കറ്റിനെ പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്തോണ്ടൊന്നും പറയാനും പറ്റൂല. ഇല്ല ഞാനും കൂടെ എല്ലാം പറയാത് കുച്ചി പോയി.
4 ദിവസമായിട്ട് ഈ ടൂർണമെന്റിന്റെ പറ്റും പറഞ്ഞ് എറണാകുളത്ത് കിടന്ന് കറങ്ങണം. 4 ദിവസമായിട്ട് പൈസ ചെലവും, വണ്ടിയിൽ എണ്ണ അടിക്കണ പൈസ, ഫുഡ് കഴിക്കണ പൈസ, ഇതൊക്കെ എവന്മാരെങ്ങനെ സഹിക്കണം എന്നാണ് ഞാൻ ആലോചിക്കണം. ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കളി ജയിച്ച് ഇത്ര ഉള്ള ഒരു കപ്പുമായിട്ട് പോകുന്നു. ഇപ്പൊ അതുമില്ല. അനീഷേട്ടന് കപ്പെടുത്തുന്ന അവസ്ഥ. അനീഷേട്ടൻ അപ്പുറത്തെ സജ്ജേട്ടൻ പയ്യ ഒന്നുമില്ല. അത് കണക്ക് ഒരെണ്ണം കൂടെ പണം അടിക്കോടുന്നതിന്റെ അത് കാണിച്ച് റൂമിൽ നിന്ന് ലൈവ് കണ്ടിരിക്കുകയാണ്. അനീഷ് റൂമിൽ ലൈവ് കണ്ടിരിക്കുകയാണ്. ഇത് സന്തോഷം നോക്കിയാ. എനിക്കെല്ലാം സന്തോഷം അനീഷിനൊന്ന്. അനീഷോടെ ചിരിക്കണ മുഖം തെളിയാണ്, മുഖം തെളിയാണ്. നല്ല ശരണമുള്ള ഷൂ പറഞ്ഞപ്പോഴേ അത് ഷൂവിന്റെ കളിക്കാനുണ്ടെന്നുണ്ടാവും. കളിക്കാറുള്ള ഷൂസിനെ കുറ്റം പറ. ഷൂസിനെ കുറ്റം പറയാനല്ല. നിന്റെ ടീമിലുള്ള ഒരു പയ്യൻ ചോദിക്കുകയാണ്, ഇത് ഉള്ള കാര്യമുണ്ട്, കള്ളമല്ല. യവന്റെ ടീമില്, അനീഷിന്റെ ടീമിലുള്ള ഒരു പയ്യൻ വന്ന് എന്റെ അടുത്ത് പറയാണ്, അനീഷേട്ട എവിടെ? ഞാൻ പറഞ്ഞു റൂമിൽ പോയി. അവർ അനീഷേട്ടനെ ഓണും ഓപ്പണിംഗ് ഒക്കെ ഇറക്കി, പുള്ളിക്ക് കണക്ട് ആവല്ല, ഇനി ഏത് പൊസിഷനിൽ ഇറക്കണം ബ്രോ എന്ന്. എന്റെ അമ്മയാണ്. ഞാൻ പറയാം എനിക്ക് അറിയൂടെ ബ്രോ, എനിക്ക് നമ്മളെ കൂടെ കളിയുമ്പോൾ ഓപ്പണിംഗ് ആണ് ഇറങ്ങി പോടേന്ന് പറയും. ലാസ്റ്റ് ഇറക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? ആ ശരി ശരി. ഒന്നുമില്ല, ഇതൊക്കെ കളിക്കാൻ പറ്റണ ഇത് ഞാൻ കേട്ട് മടുത്തടാ. എല്ലാരും പറയണ ഷമീറിനെ ഇറക്കാൻ വല്ല സ്കോപ്പ് ഉണ്ടാ? ഇല്ല ഞാൻ അറിഞ്ഞില്ല. അവൻ പറഞ്ഞതിന്റെ ബാക്കി കൂടെ പറയട്ടെ. എല്ലാരും പറഞ്ഞ മാനിച്ച് എല്ലാം പറഞ്ഞ് മാനിച്ച് അടുത്ത കളി നമ്മൾ പൊരുതുന്നതായിരിക്കും. വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ലെഗ് സൈഡ് പോരെ അടിക്കും, അടിച്ചിരിക്കും. ഓക്കെ, അത് നമ്മൾ ട്രോളാനുള്ള കിട്ടുമല്ലോ. അത് അനീഷ് ബോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 3 കളി കളിച്ചാല് രണ്ടാമത്തെ കളി 2 ബോളേ കൊടുത്തു. അടുത്ത ഒരു ഓവർ പറയാം. മനസ്സിലെ അടിക്കണേന്ന് പറഞ്ഞോണ്ടാണ് ഇരിക്കണേ. ആര്? നിന്റെ കാര്യം പറഞ്ഞാ പോരെ. എന്റെ കാര്യമല്ലേ, എനിക്ക് ഇതിനെ പറ്റി വലിയ ധ്യാനില്ലാത്തതുകൊണ്ട് ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനിയുള്ള 5 ബോൾ അനീഷിന് നിർണായകമാണ്. അടുത്ത ബോൾ നീ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റ്സ്മാൻ അനീഷിനെ ഇപ്പൊ തെളിഞ്ഞു കേട്ടോ. മിക്കവാറും ഈ ലൈറ്റ് ആണ് ഇപ്പൊ പൊട്ടും. എന്റെ പുള്ളി എന്തിനും ഒരു സ്ട്രൈക്ക് അടിച്ചെന്ന് പറഞ്ഞ് കുറെ നേരമായി. അയ്യോ, അനീഷിനെ അടിച്ചടാ. ഒരു കൂട്ടുകാരനെ അടിച്ചെന്റെ വിഷമല്ല മുഖത്ത് മിന്നി വാങ്ങിയത്. ചതിയൻ എല്ലാളും എന്റെ കളി വീഡിയോ കണ്ടിരുന്ന് ചിരിച്ചവന്മാർ ഉൾപ്പെടെ വരികട ഉള്ളിലെ പക. അപ്പൊ ആ വേട്ട അനീഷിനെ അടിക്കാൻ പോയി. ആർക്ക് വിഷമം? ടാർസന വിഷമം. ആ മുഖം നോക്കി ചിരിച്ചോണ്ടിരിക്കും. എനിക്ക് 2 വരെ കിട്ടണേ സന്തോഷം തന്നെ. ഞാൻ ചെന്നപ്പോഴേ മറ്റേ തലേണയില് കമന്ന് കിടക്കണ്ട ഔട്ട് ആവണത് വരാം. രാമൻ ഇവിടെ കളിയിൽ എടുത്തില്ല, അതിന്റെ വിഷമോ. ഇനി 3 ബോളുകളെ പിടിച്ചാൽ അനീഷിന് സിക്സർ അടുത്ത ബോൾ സിക്സറാ. 2 സിക്സർ. ഇനി എത്ര ബോളുണ്ട്? എന്റെ ടീമാരെ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. യവന്മാരൊന്നും കേക്കണ്ട, എറിഞ്ഞോ. ഈ കോച്ച് പറഞ്ഞ കേട്ടു. പറഞ്ഞ പോലെ എവിടെ അറിയാൻ പറഞ്ഞ കറക്റ്റ് സ്റ്റമ്പിൽ എറിഞ്ഞാണ്ടില്ല. തന്നെ ഇതാ കൊണ്ടില്ലെന്നേ ഉള്ളു, പക്ഷെ ബോളിംഗ് ആയിരുന്നു അത്. 2 സിക്സ് അടിച്ചു. 2 കൊടുത്തോളൂ. കളിയാക്കിയെന്ന് പറഞ്ഞ് പ്രാവൻ ചെയ്യലടാ. അയ്യോ, അത് വേണം. അനീഷിന്റെ ടീം സെമി ഫൈനലിലേക്ക് കയറി. അതിനെ കൊള്ളാറുള്ളൂ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ നമുക്കൊന്ന് കാണാം. ഫീൽഡിങ്ങിനെ കൊള്ളാറുള്ളൂ. പുള്ളി ബോളി ഇറങ്ങിയാൽ നടക്കൂല. What a wonderful work there from yourself. This time no ball signal is there from the umpire. It's 29.
അവന്മാർ പിടിച്ചിറങ്ങി വെച്ചതാണ്. സച്ചി കയറിയ ഒരു ഓവറിൽ 20 റൺ കൊടുത്ത്. അകത്തറിയല്ലേ 100 തവണ പറഞ്ഞതാണ്. കുഴപ്പമില്ല, തിരിച്ചടിക്കും. എല്ലാരും വധിച്ചല്ലേ, ഇനിയിപ്പോ ഞാൻ എന്തിനു പറയാ. പാവം. പോയി അവിടെ കുറെ എണ്ണത്തിന് കാണണം. അങ്ങനെ ഒടുവിൽ നമ്മുടെ സച്ചിൻ 33 റൺ അടിച്ചു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ അവൻ കളിച്ചുകൊണ്ട് തിരികെ കേട്ടാ പുള്ളി പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോണ്ട് കളിച്ചുകൊണ്ട് അടിച്ചത്. ഞാൻ പറഞ്ഞ പോലെ കളിച്ചവൻ അടിച്ചെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ കളിച്ചപ്പോ 6 അടിച്ചു. അടിച്ചു ഗൈസ്. ഈ കളിയിൽ ഊക്കലൊന്നും ഇല്ല. പറഞ്ഞതുപോലെ നമ്മൾ അടിച്ചു. കേട്ടാ പറഞ്ഞ കേട്ടോ. മൂവി അടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയില്ല മൂവി. എന്താ മരിച്ച വീട്ടിൽ ഇതുപോലെ ഇരിക്കണത്? നാളെ പോണം ഉച്ചയ്ക്ക്. അത് ഉച്ചയ്ക്ക് പോണോ? ട്രെയിൻ. അയ്യോ, മറ്റേ തൊട്ട് മുന്നത്തെ കളിച്ചില്ലേ, അതുപോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അടിയായിരുന്നു. നമ്മൾ സെമിയിൽ കയറിയിരിക്കുന്നു. ഈ കൊച്ചിയർക്കനെ നമ്മളിവിടെ സെമിയിൽ കയറിയിരിക്കുന്നു. നമ്മൾ സെമി കയറിയെന്ന് പറ. സെമി കയറി. The sign-up corner man of tonight's award goes to Sandeep. Yes, he is here. 33 of just 12, 2 overs, 24 and 2 wickets. He is here to receive that award. Sandeep of Team 14 Super Kings. Let's talk about your business order. What is up to you? ഞാനൊരു യൂട്യൂബറാണ്. കം സൂപ്പർ ഹീറോ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തത്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് ഇവിടെ നല്ല സ്കോർ ചെയ്ത് സെമിയിൽ നടക്കാൻ എനിക്ക് പറ്റി. ഒരുപാട് സന്തോഷം. You're there to open. Thank you so much. നമ്മുടെ സെലിബ്രിറ്റി ഐക്കൺ ആയിരുന്നു സന്ദീപ്. had done a brilliant job. എല്ലാ മത്സരത്തിനും ഒരേപോലെ പെർഫോം ചെയ്തു and he got the edge in the final match because of that 33 and that 2 wickets. Congratulations. And Arnest Chandan ചേട്ടൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്തു. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. നമ്മൾ സെമി ഫൈനലല്ല കയറിയത്, ക്വാർട്ടർ ഫൈനലാണ്. നമ്മൾ ഇനി ഉള്ള കളി ജയിച്ചാൽ മാത്രമേ നമ്മൾ സെമിയിൽ കയറുള്ളൂ. അനീഷിന്റെ ടീം ഡയറക്റ്റ് ഫൈനലിൽ കയറി. അതായത് 2 പൂളിലെ ടോപ്പ് നിൽക്കുന്ന പ്ലേയേഴ്സ് ഡയറക്റ്റ് ഫൈനലിലും ബാക്കിയുള്ള ഒരു പൂളിൽ നിന്ന് 3 ടീമാണ് കയറുന്നത്. അപ്പം ബാക്കിയുള്ള 4 ടീം അങ്ങോട്ട് കളിച്ച് വേണം കയറാനായിട്ട്. നമുക്ക് അതൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. കാരണം ഇത് ഇന്ന് സെന്റ് പോൾ ഗ്രൗണ്ടിലാണ്. അത്യാവശ്യമുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം പോലെയൊക്കെ ഉള്ള നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പോലത്തെ ഗ്രൗണ്ടാണ് കേട്ടോ. ഓപ്പൺ ഗ്രൗണ്ട് 360 ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കളിയും കൂടി കളിക്കാനായിട്ടുള്ള ഇത് കിട്ടും. ജയിച്ചാൽ നമുക്കതൊരു കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ ടീമായിട്ടാണ് നമുക്ക് കളി. ഇപ്പോൾ രാവിലെ നമ്മൾ നേരെ പോവാണ്. നമുക്ക് 9:30ക്കാണ് കളി. ഏകദേശം ഒരു 9:05 അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണ്. Clean catch taken there from the keeper Vimal.
Another man down, the well-settled Ansari walking back to the pavilion. Played in soft hands. Sandeep, the new batter, the grand celebrity icon of this tournament, is there in the middle, and it's a single to start other things. Oh, it's a chance, and that's way outside. It's in the gap, it's the boundary. What a strike there from Sandeep, sliced it off. Played that one. Drives it again. Will that split the fielder? And good work in the end from that man in the deep. It's an appeal, very, very big appeal. Distance there from Vinay. Cuts it off, fielder there, deflected from him. And the gully comes and covers that distance. It's a good shot. Once again, interesting phase of the game. And we are moving to the second innings in quick time. Once after the top. There it started. Over number 3. Single to start the things again. And that's another one. Oh, there it is. There it is. Chance. Oh, Nishaf. Nichu, the man behind the stems. Oh, shot. Sandhu is like a Bandhan here. Captain's knock. Another one, another dot ball. And there it is. Catch was the call. Okay, the things are not under their control, I can say. What a match. Trying to move along and goes for a big shot. Flicks it off in style. Oh, there it is. Santosh gone. Big wicket, big man. What a plan, what an execution. Last couple of overs. It was a complete standard performance there from the batters. വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു. അമ്മാരി ഫൈനലിലായി. ഇവരെ ടീം തോപ്പിച്ച ടീമാണ് നമുക്ക് കളി. അതത്രേ ഉള്ളൂ. അളിയാ കപ്പടിക്കണം നീ. ഓക്കെ, ഞാൻ ലൈവ് കാണുമ്പം നമ്മൾ ജയിച്ച കളി കളിയാ, നമ്മൾ ജയിച്ച കളിയാണ് ഗൈസ്. അതാ വിളിക്കുന്നു ഒരു കാലം വിളിക്കുന്നു ഗണപതി. അവൻ കളി കണ്ട് രസിച്ചിട്ട് വിളിക്കണേ അളിയാ, സന്തോഷിച്ചിട്ട് വിളിക്കുക. കട്ടായി കേട്ടോ, ഇനി അനീഷിന്റെ ടീമും കൂടെ ഉള്ളു, അതും കൂടി പുറത്തായ സന്തോഷം ഒന്ന് വിളിച്ച് പറയാം. യാത്ര പറയണം അനീഷ. ഞാൻ നല്ല പോലെ എറിഞ്ഞതാ, നീ ആയിട്ട് നശിപ്പിക്കല്ലേ പ്ലീസ്. എനിക്ക് ഒരു ട്രോഫി കിട്ടി, അനീഷ് നീങ്കിലും ഒരു ട്രോഫി കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. വലിയ ട്രോഫി ഓക്കെ, അത് മതി. തന്നുവിടൂല, പക്ഷെ എങ്കിലും വാങ്ങിച്ചാൽ അത്ര നല്ലത്. അടാ അനീഷ, സെമി അടിച്ച് ഫൈനലിൽ കളി ജയിച്ചിട്ടോ. വാ പുതിയ സോക്സ് ഒക്കെ വാങ്ങിച്ചു പോവാ വേണം പരീക്ഷ. നമ്മള് അനീഷ് ജയിക്കട്ടെ ഇനി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ECL ടൂർണമെന്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അനീഷിന്റെ ടീമാണ് കപ്പടിച്ചത്. അനീഷിന് വല്ലാത്ത ഭാഗ്യം തന്നെ കേട്ടോ ആ ടീമിൽ കളിച്ച്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ജേഴ്സി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അടുത്ത KMCC ടൂർണമെന്റിൽ നമ്മൾ ഇറങ്ങും. നമ്മളതൊരു ഡ്രീമാണ്. നമ്മൾ ടെന്നീസ് ബോളിൽ കളിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു ടൂർണമെന്റ് ആണ് മറ്റേ ഇൻഡോർ ടാപ്പ് ബോളിലാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് നമ്മൾ ആരും കളിച്ചില്ല, ആലോചിച്ചിട്ടേ ഇല്ല. കാരണം 40,000 രൂപയാണ് എൻ്റെ എൻട്രി. പക്ഷെ ഈ വർഷം ഈ ജനുവരി അടുത്ത ന്യൂ ഇയറിൽ നമ്മൾ ഇറങ്ങും. ഓൾറെഡി നമ്മളിപ്പം അത് കളിക്കാനായിട്ടുള്ള ക്യാഷ് കൊടുത്തു കഴിഞ്ഞു, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇറങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ സെയിം ജേഴ്സി ആയിരിക്കും നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. സെയിം ജേഴ്സി കാരണം ഇവൻ ഓൾറെഡി കൊള്ളാടി. എന്തായാലും വേറെ ഇട്ടുകൊണ്ട് പോകാനല്ലോ, നമുക്ക് അതിന് പ്രൈസ് ഒക്കെ ഉണ്ട് അവിടെ. ജേഴ്സി നല്ല ജേഴ്സിക്ക് പ്രൈസ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലേ നമ്മൾ വേറെ അത് തന്നെ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളൊരു ടീമിൽ കളിക്കാന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ 2 ടീമിലായി പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഭയങ്കര സ്റ്റാൻഡേർഡ് ടൂർണമെന്റ് ആയിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട്
പക്ക ടൈമിൽ തീർത്ത് പോയൊരു സാധനം. ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് ടെന്നീസിൽ കളിക്കുന്ന ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ പണ്ടെപ്പോഴോ കളിച്ചിട്ടുണ്ട്. സ്ഥിരം നമ്മൾ ട്രിവാൻഡ്രത്ത് സോഫ്റ്റ് ബോളിലാണ് കളി, അല്ലെങ്കിൽ ഒരു മിനി ഹാർഡ് എന്ന് പറയും. ഇത് നല്ല ഹാർഡ് ബോൾ. അപ്പൊ നമുക്ക് ബാറ്റിന്റെ വെയിറ്റിലായിരുന്നാലും ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ആ ഒരു കുറച്ച് ഡിഫിക്കൽട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് നമ്മൾ സോഫ്റ്റ് ബോളിന്റെ ബാറ്റ് എടുത്തപ്പോൾ ഇപ്പൊ പാറ്റയായി, ഒട്ടും വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു 3-4 ദിവസം എറണാകുളത്ത് നിന്ന്. ഫസ്റ്റ് ടൈം നമ്മൾ വേറൊരു ജില്ലയിൽ പോയി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നു. എന്റെ രണ്ടാമത്തെ കപ്പാണിത്. രണ്ടാമത്തെ കപ്പ് എറണാകുളത്ത് നമ്മള് മറ്റേ ഇതില് ഡിആർക്ക് ജിമ്മിന്റെ അതിനുവേണ്ടി നമ്മളത് കപ്പടിച്ചു. അന്ന് മറ്റേ നമ്മൾ ഓപ്പോസിറ്റ് മറ്റവനുണ്ടായിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ആര്യൻ ഉണ്ടായിരുന്നു. തോപ്പിച്ചു നമ്മൾ അവരെയൊക്കെ തോപ്പിച്ച് നമ്മൾ കപ്പടിച്ചു. ഇതിപ്പോ അനീഷിന്റെ രണ്ടാമത്തെ കപ്പ്. വലിയ കിണ്ണാച്ചു ട്രോഫി ഇത് എറണാകുളത്തൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇതേപോലെ ഞാൻ ഒരു ഭാഗ്യ സാധനമാണ്. നാളെ വിശാഖം നാളെ അനീഷൻ ടീമിനെടുത്ത് ജയിക്കുമെന്നാണ് പറയണത്. ആരും ബാറ്റ് പോലും കൊണ്ടുവരണ ജയിച്ചോളൂ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ലവ് യു ഓൾ, ബൈ.